യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ദുബായിൽ നിന്ന് UAE നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, മലയാളികളായ പ്രവാസികൾ ഏറ്റവും അധികം ജോലിക്ക് ആശ്രയിക്കുന്ന വിസിറ്റ് വിസയിലൊക്കെ അവിടെ എത്തി ജോലിക്ക് ജോലിക്ക് ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ഗൾഫ് കൺട്രിയാണ് UAE എന്ന് പറയുന്നത്. UAEയിലെ വ്യത്യസ്ത എമിറേറ്റുകളിൽ ജോലി തേടിയെത്തുന്നത് ഏകദേശം ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. 10 ലക്ഷത്തോളം മലയാളികളാണ് വ്യത്യസ്ത എമിറേറ്റുകളിലായിട്ട് UAEയിലുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ദുബായിലേക്ക് UAEയിലെ എമിറേറ്റുകളിലേക്ക് ജോലിക്കെത്തുന്ന ആളുകൾക്ക് ഏറ്റവും പ്രത്യാശയോടെ അവർ നോക്കുന്ന ഒരു അക്കമഡേഷൻ സൗകര്യമാണ് UAEയിൽ ബെഡ് സ്പേസ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് UAEയിലേക്ക് എത്തി അവിടെ ചെറിയ ചിലവിൽ ആദ്യഘട്ടത്തിൽ ജോലി അന്വേഷിക്കുന്ന സമയത്തും മറ്റുമൊക്കെയായി താമസ സൗകര്യങ്ങൾ നോക്കുന്ന ആളുകൾ വളരെ ചെറിയ ചിലവിൽ ബെഡ് സ്പേസുകൾ ഷെയർ ചെയ്യുന്ന സംവിധാനങ്ങൾ UAEയിൽ എമ്പാടുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദുബായിലും ദേരയിലുമൊക്കെ ഒരുപാട് മലയാളികൾ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ പരിശോധനയുമായി ദുബായ് മുനിസിപ്പാലിറ്റി വരുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമീപകാലത്ത് നടന്ന വലിയ തീപിടുത്തങ്ങളിൽ ഇങ്ങനെയുള്ള ബെഡ് സ്പേസുകൾ അനധികൃതമായ താമസം തടയാൻ വേണ്ടിയുള്ളതാണ് ഏറ്റവും പ്രധാനമായി അങ്ങനെയൊരു പരിശോധനയിലേക്ക് ദുബായ് മുനിസിപ്പാലിറ്റി പോകുന്നത് എന്നതാണ് കാരണം. അതേപോലെ തന്നെ ദുബായിലെ ആരോഗ്യവകുപ്പ് ഇങ്ങനെ കൂടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു റൂമിൽ ആവശ്യത്തിലധികം അല്ലെങ്കിൽ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിലധികം ആളുകൾ ഉണ്ടായാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റു രോഗങ്ങളുടെ പടർച്ചയ്ക്കുമൊക്കെ ഇത് കാരണമാകുമെന്ന ദുബായ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരമൊരു നീക്കങ്ങളിലേക്ക് ദുബായ് കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി അറിയാൻ കഴിയുന്നത്. ഏതായാലും ചെറിയ തുകയ്ക്ക് ദുബായിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ബെഡ് സ്പേസുകൾ. ഈ ബെഡ് സ്പേസുകളിൽ ഓരോന്നായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പരിശോധനയും അത് പൂട്ടിക്കാനുള്ള നടപടികളും വരുന്നു എന്നതാണ്. പുതുതായി ദുബായിലേക്ക് പോകുന്ന ആളുകൾക്ക് ബെഡ് സ്പേസിൽ ചെറിയ ചെലവിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നൊരു വാർത്തയാണിത്. ഇത് ദുബായിലെത്തുന്ന ആളുകൾക്ക് അവിടെയുള്ള താമസ സൗകര്യത്തിന് ചെലവ് വർദ്ധിക്കാനും കാരണമാകുന്ന ഒരു കാര്യമായിരിക്കുമെന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.